ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് പിന്നിൽ ന്യൂനപക്ഷ മതമൗലികവാദവും പ്രകോപനങ്ങളും. പ്രിയപ്പെട്ടവരെ, മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തികച്ചും സംഘർഷഭരിതമായ ഒരു ക്രിസ്തുമസ് സീസണാണല്ലോ 2025 ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെട്ടു. പല പള്ളികളിലും ബജറംഗ് പ്രവർത്തകർ കടന്നുകയറി ബഹളമുണ്ടാക്കി. ക്രിസ്മസ് പാപ്പാമാർക്കും സാന്താക്ലോസ് വേഷങ്ങൾ വിൽക്കുന്ന പാവപ്പെട്ട കച്ചവടക്കാർക്ക് പോലും രക്ഷയുണ്ടായില്ല. അവർക്കെതിരെയും ഭീഷണികൾ മുഴങ്ങി. ചില ദൃശ്യങ്ങൾ കാണുക. आप लोग जितने भी हो, आप लोग जाना मत यहाँ से, बिल्कुल भी यहीं बैठ जाओ, आराम से शांति से बात करेंगे, बैठ जाओ, बैठ जाओ। ये भाई ये किताब क्या है? देखो आज से बिल्कुल बदतमीजी नहीं करेंगे। ये किताब क्या भाई? तुम्हें शर्म नहीं है? ये भारत देश के अंदर तुम लोग सारे जितने भी बैठे हो, किसी ने मांग में सिंदूर लगा रखा है, कोई कहीं से है। चर्च को तोड़ा जा रहा है, नीचे आग लग चुकी है, देखना होगा। गिरा दिया गया है, पत्थरबाजी हो रही है, अंदर भी तोड़ दिया गया। ये तोड़ने के बाद पुलिस अंदर में लोकल आई ऐसी दियो एमाने दी बोसी बारी में तुम्हें हमें बड़ दांडरे जगन्नाथ देशरे आसिकी ये कोन बिकुछ है जगन्नाथ देशरे आसिकी कोन क्रिश्चियन लोग बिकिलोनी तमे कोन ये बता को कहां पर परमिशन नहीं तो पाखरे कोन से परमिशन लेटर अछि ये हिंदू हिंदू ना हिंदू है ना हिंदू तो फिर ये कैसे कर रहे हो? बंद कर BJPയുടെ രാഷ്ട്രീയ ശക്തി രാജ്യമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ സമുദായം നേരിട്ട് തുടങ്ങിയിരിക്കുന്ന ഈ ഭീകരാന്തരീക്ഷം കൂടുതൽ ഭീകരമായി വളരുമെന്ന് ഉറപ്പാണ്. ഹിന്ദുരാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ധർമാധർമ്മ വിവേചനഭേദമില്ലാതെ സാമ്പത്തിക ശക്തിയും അധികാരശക്തിയും സ്ഥാപനശക്തിയും പ്രയോഗിച്ചും ഭൂരിപക്ഷ സമൂഹത്തിൽ സാമുദായിക വികാരം ആളിക്കത്തിച്ചും ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഭീതി വിതച്ചുമുള്ള ഒരു അധർമ്മ ഭാരതത്തിൻ്റെ സൂതികർമ്മണം നടക്കുകയാണോ ഇന്ത്യയിൽ എന്ന് തോന്നിപ്പോകുന്നു. ഏതു മതത്തിനും എത്ര മതങ്ങൾക്കും സ്വാഗതമിരളാൻ മാത്രം വിശാലമായിരുന്ന ഭാരതമാതാവിൻ്റെ മടിത്തട്ട് ചുരുക്കിക്കൂട്ടി ഇടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹത്തിലെ മതരാഷ്ട്രീയക്കാർ എന്ന് കാണാതെ വയ്യ. അനവധി മതങ്ങളുടെ പെറ്റമ്മയും നിരവധി മതങ്ങളുടെ പോറ്റമ്മയുമായി നിലകൊണ്ട് മതമൈത്രിയുടെ ഗോപുരദീപമായി ഉയർന്നു നിന്നിരുന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നു എന്നത് ഹൈന്ദവ സമൂഹത്തിനും ഇന്ത്യക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഒരു തീരാനഷ്ടം തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓഷോ പറയുന്നു, ഇന്ത്യയുടെ ഭാഗധേയം മാനവരാശിയുടെ മുഴുവൻ ഭാഗധേയം ആകുന്നു എന്ന്. ഇന്ത്യയെ അല്ലാതാക്കുന്ന ഇന്നത്തെ ഈ ദുർഗതിക്ക് പിന്നിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹം മാത്രമാണോ കുറ്റക്കാർ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഹിന്ദുത്വ തീവ്രവാദത്തിനും അത് കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾക്ക് നേരെ മാത്രം വിരൽ ചൂണ്ടി അവയെ അപലപിക്കുകയാണ് എല്ലാ ന്യൂനപക്ഷ നേതൃത്വങ്ങളും, അവയെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക രാഷ്ട്രീയ പാർട്ടികളും എന്നോർക്കുക. ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെയും അവരുടെ പാർട്ടിയെയും വളർത്തുന്നത് എന്ന് ഇവർ അറിയുന്നില്ല. ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയിൽ സഹജമായിരുന്ന വിശാല കാഴ്ചപ്പാടിൽ നിന്ന് അവരെ മതസാമുദായികത്വത്തിൻ്റെ സങ്കുചിത്വത്തിലേക്ക് തള്ളിവിട്ട ന്യൂനപക്ഷ വർഗീയ ശക്തികളും അതിന് പരവതാനി വിരിച്ച രാഷ്ട്രീയ ശക്തികളുമല്ലേ കൂടുതൽ അപലപിക്കപ്പെടേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. അതെ, ഭൂരിപക്ഷ ഹൈന്ദവ വിഭാഗത്തെ തങ്ങളുടെ മതവർഗീയത കൊണ്ട് പ്രകോപിപ്പിച്ച് അവരിലും മതവർഗീയത വളർത്തുകയായിരുന്നു ന്യൂനപക്ഷ പുരോഹിത മതങ്ങൾ. ഇന്നിപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മത തീവ്രവാദം തങ്ങളുടെ സമുദായങ്ങൾക്ക് നേരെ പണം വിടർത്തിയാടുമ്പോൾ ഇരവാദമുയർത്തി വിശുദ്ധരാകാൻ നോക്കുകയാണ് ഈ മതങ്ങളിലെ പുരോഹിത നേതൃത്വം. ഇതിൽ ക്രൈസ്തവ ന്യൂനപക്ഷ നേതൃത്വം യേശുവിൻ്റെ ശിഷ്യത്വമുള്ളവരായിരുന്നുവെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ യേശു എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് അതിന് പ്രകാരം ക്രൈസ്തവ സമുദായത്തെ നയിക്കുമായിരുന്നു. ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനം ഒഴിവാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭാ നേതൃത്വം സ്വീകരിക്കേണ്ടത് യേശുവിൻ്റെ മാർഗമാണ്. അത് പക്ഷേ രാഷ്ട്രീയ ശാക്തീകരണത്തിൻ്റെ വഴിയല്ല, മറിച്ച് ആധ്യാത്മിക ശാക്തീകരണത്തിൻ്റെ വഴിയാണ്. പിടിച്ചെടുക്കലിൻ്റെ വഴിയല്ല, വിട്ടുകൊടുക്കലിൻ്റെ വഴിയാണ്. ആരോപണങ്ങളുടെയോ അവകാശവാദങ്ങളുടെയോ വഴിയല്ല, മറിച്ച് ആത്മപരിശോധനയുടെയും പശ്ചാത്താപത്തിൻ്റെയും തിരുത്തലിൻ്റെയും വഴിയാണ്. മറ്റെല്ലാവരെയും അവനവനെ എന്ന പോലെ കണ്ടുള്ള
അവരുടെ കുറ്റങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം തെറ്റുകുറ്റങ്ങൾ കണ്ടറിഞ്ഞുള്ള ജീവിത സമീപനത്തെയാണ് യേശുവിൻ്റെ പ്രമാണ തത്വങ്ങളനുസരിച്ച് ക്രൈസ്തവം എന്ന് പറയാവുന്നത്. എന്നാൽ ക്രൈസ്തവ സഭകളുടെ ഇന്നത്തെ പ്രാർത്ഥനകളിൽ പോലും തൻകാര്യവും വിഭാഗീയതയും മതരാഷ്ട്രീയവുമാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനർത്ഥം അത് ശരിയായ മതമോ ശരിയായ പ്രാർത്ഥനയോ അല്ല എന്ന് മാത്രമാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ഇനിയും BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിനായി ഒരു പ്രാർത്ഥനാ യജ്ഞത്തിന് ആഹ്വാനം ചെയ്ത് ഡൽഹി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ 2018 മെയ് 1 ഒരു ഇടയലേഖനം ഇറക്കുകയുണ്ടായി. 2018 മെയ് 13 മുതൽ വെള്ളിയാഴ്ചകൾ തോറും ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിച്ചും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തും 2019 ഇലക്ഷൻ വരെ പ്രാർത്ഥിക്കണമെന്നതായിരുന്നു അതിലെ താൽപ്പര്യം. പല കത്തോലിക്ക രൂപതാധ്യക്ഷന്മാരും അതിൻ്റെ ചുവട് പിടിച്ച് തങ്ങളുടെ രൂപതകളിലും ഒരു വർഷത്തെ സമാനമായ പ്രാർത്ഥനാ യജ്ഞത്തിന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ പ്രാർത്ഥനകളെല്ലാം തകിടം മറിച്ച് 2019 മെയ് 23 ദേശീയ രാഷ്ട്രീയം BJP കൂടുതൽ ശക്തിയോടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വന്നു. കേരളത്തിൽ സീറ്റൊന്നും നേടാനായില്ലെങ്കിലും BJP വോട്ടർമാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു. സഹസ്രാബ്ദങ്ങളായി സർവമത സമഭാവന പുലർത്തുകയും അനേകം മതദർശനങ്ങൾക്ക് ജന്മം നൽകുകയും പുറമേ നിന്നുള്ള മതദർശനങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു പോന്ന ലോകത്തിലെ ഒരേ ഒരു ഭൂപ്രദേശമായ ഇന്ത്യയെ സംബന്ധിച്ച് ഹിന്ദുത്വത്തിൽ ഊന്നിയുള്ള BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഈ വളർച്ച ആശങ്കാജനകം തന്നെയാണ്, സംശയമില്ല. കാരണം ഹൈന്ദവ അഥവാ ഭാരതീയ ആധ്യാത്മിക ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രമാണ തത്വങ്ങളിൽ നിന്നകന്ന് വിഭാഗീയ സമീപനങ്ങൾക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷ ഹിന്ദുക്കൾ വിധേയപ്പെട്ടു എന്നാണല്ലോ ഇത് കാണിക്കുന്നത്. ഭാരത സംസ്കൃതിയുടെ തനിമയും മഹിമയും ഈ മഹാരാജ്യത്തു നിന്ന് പോയി പോവുകയാണോ എന്ന മൗലിക ചോദ്യമാണ് ഇവിടെ ഉത്കണ്ഠ ഉണർത്തുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹത്തെയോ അവരെ മതാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ 1914 മുതൽ ശ്രമിച്ചു തുടങ്ങിയ ഹിന്ദു മഹാസഭയെയോ 1924 ജന്മം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSSനെയോ തുടർന്ന് രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊണ്ട ജനസംഘത്തെയോ അതിൻ്റെ പുതിയ രൂപമായ BJPയെയോ കുറ്റപ്പെടുത്താൻ വലിയ പഴുതൊന്നും നമുക്ക് കണ്ടെത്താനാവുകയില്ല. കാരണം ഇവിടെ മുഗളരുടെയും ബ്രിട്ടീഷുകാരുടെയും നേതൃത്വത്തിൽ നൂറ്റാണ്ടുകൾ അരങ്ങുവാണ ഇസ്ലാമിക ക്രൈസ്തവ മത രാഷ്ട്രീയ അധിനിവേശങ്ങളും കൂട്ട മതപരിവർത്തനങ്ങളും ഹിന്ദു മതാചാരങ്ങളെയും സംസ്കാരത്തെയും ഇകഴ്ത്തിക്കാട്ടലും നിന്ദിക്കലുമെല്ലാം ഹൈന്ദവ ജനതയുടെ ആത്മാഭിമാനത്തിന് വരുത്തിയ ഉണങ്ങാത്ത മുറിവും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്നും ഇവിടെ പുലർത്തുന്ന ഔദ്ധത്യഭാവവും ഭരണകൂട ഒത്താശയോടെ നിർബാധം തുടരുന്ന അവരുടെ ശാക്തീകരണവും രാഷ്ട്രീയ സ്വാധീനവുമെല്ലാം ചേർന്ന് ഉളവാക്കിയ അരക്ഷിതത്വ ബോധമാണ് മതാടിസ്ഥാനത്തിൽ സ്വയം സംഘടിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ തങ്ങൾക്ക് തലയുയർത്തി നിൽക്കാനാവൂ എന്ന ചിന്തയിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ നയിച്ചത് എന്നതാണ് സത്യം. അതുകൊണ്ട് അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന ന്യായത്താൽ അവരുടെ ഈ പ്രതിരോധം ഒരളവോളമെങ്കിലും ന്യായീകരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റൊരു രാജ്യത്തും ഒരു ന്യൂനപക്ഷ സമുദായത്തിനും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്തത്ര സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും പ്രത്യേക അവകാശങ്ങളും അനുഭവിച്ചു പോരുന്ന ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ഒരിക്കലും നിലയ്ക്കാത്ത വിലപേശലുകൾക്കും മതരാഷ്ട്രീയത്തിനും ഒരു ന്യായീകരണവും കണ്ടെത്താൻ നീതിബോധമുള്ള ആർക്കും കഴിയുകയില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശം പറഞ്ഞുള്ള ഈ സമുദായ നേതൃത്വങ്ങളുടെ സമ്മർദ്ദതന്ത്രങ്ങൾക്കും ഭീഷണികൾക്കും ഭീരുക്കളെ പോലെ വഴങ്ങി ന്യൂനപക്ഷ പ്രീണനം മത്സരിച്ച് നടത്തിവരുന്ന ഇടതു വലതു കക്ഷികളുടെ സമീപന ശൈലികൾക്കും ഒരു നീതീകരണവുമില്ല. ആലോചിച്ച് നോക്കിയാൽ നിലയ്ക്ക് നിൽക്കാൻ തയ്യാറാകാത്ത ന്യൂനപക്ഷ മത നേതൃത്വങ്ങളും അവരെ നിലയ്ക്ക് നിർത്താൻ കൽപ്പോ കാഴ്ചപ്പാടോ ഇല്ലാത്ത BJP ഒഴികെയുള്ള ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുമാണ് ഭൂരിപക്ഷ മതസ്ഥരെ പ്രകോപിപ്പിച്ച് വിഭാഗീയമായി സ്വയം സംഘടിക്കാൻ നിർബന്ധിതരാക്കിയതെന്നും മതരാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ടതെന്നും കാണാനാകും. ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയമെന്നത് രോഗലക്ഷണം മാത്രമാണെന്നും രോഗകാരണം ന്യൂനപക്ഷ മത നേതൃത്വങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും തെറ്റായ സമീപനമാണെന്നുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രോഗകാരണത്തെ ഉന്മൂലനം ചെയ്യാതെയുള്ള രോഗചികിത്സ അശാസ്ത്രീയമാണെന്നും ഫലം ചെയ്യില്ലെന്നും എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ വർഗീയത എന്ന രോഗത്തിനുള്ള ചികിത്സ ആരംഭിക്കേണ്ടത് എവിടെയാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. അത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ തങ്ങളിലെ മതവർഗീയതയുടെ പത്തി സ്വയം താഴ്ത്താൻ ആവശ്യമായ അവബോധത്തിലേക്ക് അവർ ഉണരണം. അതിന് തങ്ങളുടേത് മാത്രമാണ് ശരിയായ മതമെന്ന മൗലികവാദപരമായ സമീപനത്തിൽ നിന്ന് അവർ പിന്മാറിയേ പറ്റൂ. ഇന്ത്യൻ മണ്ണിലും ഇന്ത്യൻ സംസ്കാരത്തിലും പിറന്നു വീണിട്ട് തലമക്കാറാകുമ്പോൾ മുതൽ
യൂറോപ്യൻ സംസ്കാരത്തിലും അറേബ്യൻ സംസ്കാരത്തിലും ഊന്നി നിന്ന് ഈ സംസ്കാരത്തെ നിന്ദിക്കുകയും ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാനെന്ന മട്ടിൽ മതപരിവർത്തനത്തിലൂടെ തങ്ങൾ ചെന്നുപെട്ട അന്യ സംസ്കാരങ്ങളിലേക്ക് ആളെ കൂട്ടുകയും ചെയ്യുകയെന്ന ദേശദ്രോഹ പരിപാടി അവസാനിപ്പിക്കാതെ ഇനി തരമില്ല. ഓരോ സമുദായത്തിനും അള്ളാഹു ഓരോ ആരാധനാക്രമവും കർമ്മമാർഗവും നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അത് അവരവർ അനുസരിക്കട്ടെ. ഇക്കാര്യത്തിൽ പരസ്പരം വഴക്കടിക്കരുത്, മതകാര്യങ്ങളിൽ ബലപ്രയോഗം പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പിച്ചിരിക്കുന്നു എന്നതിൽ നിന്ന് എല്ലാ ജനതകളിലും സംസ്കാരങ്ങളിലും ഉദയം കൊള്ളുന്ന മതദർശനങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് ഖുർആനും അർത്ഥമാക്കുന്നത് എന്ന് വരുന്നു. മതപരിവർത്തനത്തിനെതിരെ യേശുവും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മതഗ്രന്ഥങ്ങളെ ഉപരിപ്ലവമായും നിക്ഷിപ്ത താല്പര്യങ്ങളോടെയും വ്യാഖ്യാനിച്ച് മതപരിവർത്തനത്തെ സാധൂകരിക്കുന്ന പുരോഹിതരുടെയും മതപണ്ഡിതന്മാരുടെയും സങ്കുചിതവാദങ്ങൾക്കെതിരെ ആഴത്തിലുള്ളതും സ്വതന്ത്രവുമായ മതവ്യാഖ്യാനങ്ങളുമായി അതാത് സമുദായങ്ങളിലെ ധിഷണാശാലികളായ ഉൽപ്പതിഷ്ണുക്കൾ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. തങ്ങളിൽ അർപ്പിതമായിരിക്കുന്ന മതപരമായ കടമ സ്വന്തം സമുദായത്തിൻ്റെ ശാക്തീകരണമാണെന്ന് പ്രത്യേകിച്ചും ന്യൂനപക്ഷ മത നേതൃത്വങ്ങൾ കാലങ്ങളായി കരുതിപ്പോരുന്നു. സ്വയം ശാക്തീകരണ ലക്ഷ്യവും സമുദായ ശാക്തീകരണ ലക്ഷ്യവുമൊക്കെ ഏത് മതത്തിൻ്റെയും പ്രമാണ തത്വങ്ങൾക്ക് എതിരാണെന്നും മറ്റുള്ളവരുടെയും മറ്റു സമുദായങ്ങളുടെയും ശാക്തീകരണം ലക്ഷ്യം വയ്ക്കുന്നതാണ് ആധ്യാത്മികതയെന്നും പഠിപ്പിക്കേണ്ട ഈ മത നേതൃത്വങ്ങൾ വിശ്വാസികളെ യഥാർത്ഥ മതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന പ്രബോധനത്തിന് സ്വന്തം സമുദായത്തെ പോലെ തന്നെ മറ്റു സമുദായങ്ങളെയും സ്നേഹിക്കുക എന്ന അർത്ഥവുമുണ്ട് എന്ന് അവരെ പഠിപ്പിക്കാൻ കെൽപ്പുള്ള ആധ്യാത്മിക കരുത്തന്മാർ ഈ സമുദായങ്ങളിൽ ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഭൂരിപക്ഷ മതസ്ഥർക്കില്ലാത്ത പ്രത്യേക സൗജന്യങ്ങളും അവകാശങ്ങളും അനുഭവിക്കുന്നത് അപമാനവും അധാർമികവുമാണെന്ന് മനസ്സിലാക്കി അവ സ്വയം വേണ്ടെന്ന് വെച്ച് അന്തസ് കാട്ടുന്ന സമൂഹങ്ങളായി ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾ മാറും. ഇതെല്ലാം ഗുണപരമായ അനുരണനങ്ങൾ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലുണ്ടാക്കുകയും ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയിൽ ആദരണീയരായി തീരുകയും ഭാരതത്തിൻ്റെ സഹജമായ സർവമത സമഭാവനയിലേക്ക്, ഇന്ത്യയുടെ സാംസ്കാരിക തന്മയിലേക്ക് ഹൈന്ദവ സമുദായം തിരികെ പോവുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഇതിൻ്റെ എല്ലാം നേർവിപരീത കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മതമൗലികവാദവും വർഗീയതയും ദേശവിരുദ്ധ മനോഭാവവും മറച്ചുപിടിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷ മത നേതൃത്വങ്ങൾ ഹിന്ദുമത ഫാസിസത്തിനെതിരെ ആക്രോശിക്കുന്നു. തങ്ങളുടെ തന്നെ പൈതൃകമാണ് ഇന്ത്യൻ സംസ്കാരമെന്ന വസ്തുതയ്ക്ക് നേരെ കണ്ണടച്ചുകൊണ്ടും തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഹിന്ദുക്കളായിരുന്നുവെന്ന സത്യം വിസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ഈ നെറുകെട്ട ആക്രോശങ്ങൾ ആത്മനിഷേധമാണെന്ന് ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും അറിയുന്നില്ല. അത് ഇരിക്കുന്ന കമ്പ് ചുവടെ മുറിക്കുന്നതിന് തുല്യമാണെന്നും ഇവരറിയുന്നില്ല. മതമൗലികവാദത്തിൻ്റെയും മത അധിനിവേശങ്ങളുടെയും സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഈ മതന്യൂനപക്ഷങ്ങളുടെ ഇന്നും തുടരുന്ന മതമൗലികവാദ സമീപനങ്ങൾക്കും സാമൂഹിക കടന്നുകയറ്റങ്ങൾക്കുമെതിരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താൻ ഭയക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും അവയുടെ നേതൃത്വങ്ങളും അവരെ പ്രീണിപ്പിച്ച് 4 വോട്ട് നേടാൻ വേണ്ടി ഇതേ ആക്രോശം കൂടുതൽ ഉച്ചത്തിൽ മുഴക്കുന്നു. ബുദ്ധിപരമായ സത്യസന്ധത എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഇവിടുത്തെ ബുദ്ധിജീവികളുടെയും പുരോഗമനവാദികളുടെയും അവരുടെ പ്രസ്ഥാനങ്ങളുടെയും സമീപനവും വ്യത്യസ്തമല്ല. ന്യൂനപക്ഷ വർഗീയതയ്ക്കും അസഹിഷ്ണുതകൾക്കും മുമ്പിൽ നട്ടെല്ല് വളച്ചു നിന്ന് ഭൂരിപക്ഷ മതഫാസിസത്തിനെതിരെ അവരും ഓരിയിടുന്നു. സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്ന ദേശീയ പത്രമാധ്യമങ്ങളെപ്പോലെ ശരിയായ ആശയരൂപീകരണത്തിലും പ്രവർത്തന മാർഗദർശനത്തിലും ജനങ്ങൾക്ക് ധീരമായി നേതൃത്വം നൽകേണ്ട ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ യാതൊരുവിധ ലക്ഷ്യബോധമോ ആശയ വ്യക്തതയോ വിശകലനശേഷിയോ പ്രകടിപ്പിക്കാതെ കാര്യങ്ങളെ പോകുന്ന വഴിയെ അടിച്ചു തെളിച്ചും പരസ്യദാതാക്കളായ മത നേതാക്കളെയും കോർപ്പറേറ്റ് ഭീമന്മാരെയും പ്രീണിപ്പിക്കാൻ വാർത്തകൾ അവസരവാദപരമായി മൂടിവെച്ചും വേണ്ടപ്പോൾ പൊലിപ്പിച്ചും കേവലം ഉദരസേവ നടത്തുന്നവയായിരിക്കുന്നു. അതേസമയം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടമായി ഈ കാലത്തെ കാണുന്ന ഹിന്ദുത്വവാദികളുടെ മാധ്യമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് ഉതകും വിധം ശക്തിയുക്തം മുന്നേറുകയും ചെയ്യുന്നു. വേണമെന്ന് വെച്ചാൽ ഏതാനും വർഷത്തിനകം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കാൽ കീഴിലാക്കി ഭരിക്കാൻ കഴിയും വിധം ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും BJPയും രാഷ്ട്രീയ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അല്പം ദീർഘവീക്ഷണത്തോടെ നോക്കിയാൽ ആർക്കും കാണാനാകും. ന്യൂനപക്ഷ മത നേതൃത്വങ്ങളുടെ ശക്തി പ്രകടനങ്ങളും പ്രകോപനങ്ങളും ഇപ്പോഴത്തേതുപോലെ തുടരുന്ന പക്ഷം ഈ സാഹചര്യം വളരെ വേഗം ഇവിടെ ആഗതമാകുകയും ന്യൂനപക്ഷ പീഡനത്തിനും കലാപങ്ങൾക്കും അഭയാർത്ഥി പ്രവാഹങ്ങൾക്കും വരെ ഇടയാകുകയും ചെയ്യും എന്നും കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷ മതസ്ഥരിലെ വിവേകമതികൾ ഉണർന്നു ചിന്തിക്കുകയും രക്ഷാമാർഗങ്ങൾ തേടുകയും ചെയ്യേണ്ട സമയമാണിത്. തങ്ങളെ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ
അപകടകരങ്ങളായ ആഴക്കുഴികളിലേക്ക് അന്ധമായി നയിക്കുന്ന പുരോഹിത മതപണ്ഡിത വിഭാഗങ്ങളെ സമുദായ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി തങ്ങളുടെ മതങ്ങളുടെ പ്രമാണതത്വങ്ങളും മൂല്യസംഹിതയും ഉൾക്കൊണ്ടവരുടെ പുതിയ നേതൃനിരകൾ ആ രംഗത്തേക്ക് കടന്നുവരേണ്ട ചരിത്ര മുഹൂർത്തമാണിത്. ഈ പുതിയ നേതൃത്വങ്ങൾ വലിയ അനുഷ്ഠാനങ്ങളെക്കാൾ സഹോദരരുമായുള്ള അനുരഞ്ജന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും എന്നതിനാൽ യേശു കൽപ്പിച്ച മാതൃകയിൽ കാഴ്ചവസ്തുക്കൾ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് തങ്ങളോട് പിണക്കവും അമർഷവുമുണ്ടെന്നറിയാവുന്ന ഹിന്ദു സഹോദരങ്ങളുമായി രമ്യപ്പെട്ടിട്ട് മാത്രമേ ബലിപീഠത്തെങ്കിലെത്തി കാഴ്ച അർപ്പിക്കുകയുള്ളൂ. ഇത്തരമൊരു നേതൃനിരയും ദുരഭിമാനം വിട്ടുള്ള അനുരഞ്ജന ശ്രമങ്ങളും ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുവെങ്കിൽ മുമ്പ് സൂചിപ്പിച്ച പ്രകാരം ലോകത്തിൻ്റെ മാതൃകയായി ഇന്ത്യ വീണ്ടും ഒരു സർവമത സൗഹാർദ്ദ വേദിയായി തീരും. മറിച്ചാണെങ്കിലോ എങ്കിൽ യേശു തുടർന്ന് പറയുന്നത് പോലെ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ന്യായാധിപൻ കാവൽക്കാരൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും, നീ കാരാഗൃഹത്തിലാവുകയും ചെയ്യും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു തീർക്കാതെ അവിടെ നിന്ന് നിനക്ക് മോചനമില്ല. ഇവിടെ ന്യായാധിപൻ ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടർമാരായിരിക്കും എന്ന വ്യത്യാസമേ ഉള്ളൂ. അവർക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് കുറച്ചൊന്നുമല്ല കണക്ക് തീർക്കാനുള്ളത് എന്നോർക്കുക. അതുകൊണ്ട് എന്ത് വില കൊടുത്തും രമ്യപ്പെടുക എന്നതാണ് കരണീയമായിട്ടുള്ളത്. അല്ലാതെ മതവർഗീയത എന്ന തിന്മയെ അതേ നാണയത്തിൽ ചെറുത്തു തോൽപ്പിക്കാമെന്ന വ്യാമോഹം ആരും, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ, വെച്ച് പുലർത്താതിരിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. സഹോദരനെ നിന്ദിക്കുന്നവൻ സംഘത്തിന് മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്ന യേശുവിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ മതമേധാവികളും ഒരളവോളം ആ മതത്തിൽപ്പെട്ടവരും തങ്ങളുടെ സഹോദരന്മാരായി കാണേണ്ടിയിരുന്ന ഇന്ത്യൻ മതസ്ഥരെ ദീർഘകാലം നിന്ദിച്ചതിൻ്റെ ഫലമാണ് ഫാസിസത്തിൻ്റെ രൂപമാർജിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ സമീപനങ്ങൾ എന്ന് കാണാനാകും. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മതസ്ഥരെ നിന്ദിച്ചൊതുക്കിയതിന് ഉത്തരം ബോധിപ്പിക്കും വരെ ഈ സമീപനം അവർ തുടരുക തന്നെ ചെയ്യും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരല്ല, മറിച്ച് സമാധാനം സ്ഥാപിക്കുന്നതിനും നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നതിനുമായി കരുണയോടും ഹൃദയശുദ്ധിയോടും ധീരതയോടും കൂടി സമൂഹത്തിൽ നിലകൊള്ളേണ്ടവരാണ് ക്രൈസ്തവർ എന്ന് നാം മനസ്സിലാക്കണം. ഇത്തരം ഓരോ മനസ്സിലാക്കലും ഓരോ തിരുത്തലായും അവയോരോന്നും നൂറ്റാണ്ടുകളുടെ മുற்പാടുകളിൽ തലോടി കോപവും താപവും പകയുമായി കഴിയുന്ന ഇന്ത്യൻ മതസ്ഥരുമായുള്ള അനുരഞ്ജനത്തിൻ്റെ ഓരോ പാലമായും തീർന്നുകൊണ്ടിരിക്കും. ഇത് സംഭവിക്കണമെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരുടെ സമുദായ രാഷ്ട്രീയത്തിൻ്റെയും പ്രാർത്ഥനാ രാഷ്ട്രീയത്തിൻ്റെയും പ്രകോപന വഴികളിൽ പതിയിരിക്കുന്ന അപകടം ക്രൈസ്തവ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം അഹന്തയും ദുരഭിമാനവും മാറ്റിവെച്ച് അനുരഞ്ജനമെന്ന യേശുവിൻ്റെ സുരക്ഷിത വഴിയിലേക്ക് തിരിയേണ്ടതുമുണ്ട്. നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.